പ്രൈസ് ദ ലോർഡ്. ജയോത്സവം മോർണിംഗ് മെസ്സേജിലേക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിച്ചു കേൾക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വേദഭാഗങ്ങൾ വായിച്ചു കേൾക്കാം. അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ ശീമോനും അവൻ്റെ സഹോദരനായ അന്ത്രയോസും കടലിൽ വല വീശുന്നത് കണ്ടു. അവൻ മീൻ പിടിക്കുന്നവനായിരുന്നു. യേശു അവരോട്, എന്നെ അനുഗമിപ്പിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. ഉടനെ അവർ വല വിട്ടവനെ അനുഗമിച്ചു. അവിടെ നിന്ന് അല്പം മുന്നോട്ട് ചെന്നപ്പോൾ സെബദിയുടെ മകനായ യാക്കോബും അവൻ്റെ സഹോദരനായ യോഹന്നാനും പടകിലിരുന്ന് വല നന്നാക്കുന്നത് കണ്ടു. ഉടനെ അവരെയും വിളിച്ചു. അവർ അപ്പനായ സെബദിയെ കൂലിക്കാരോടുകൂടി പടകിൽ വിട്ടു അവനെ അനുഗമിച്ചു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു തൻ്റെ 30-ാമത്തെ വയസ്സിൽ സർവശക്തനായ ദൈവത്തിൻ്റെ, പിതാവായ ദൈവത്തിൻ്റെ തിരുഹിത പ്രകാരം ദൈവത്തിൻ്റെ സമയമായപ്പോൾ ശുശ്രൂഷയുടെ ആരംഭം കുറിക്കുകയാണ്. യോഹന്നാൻ സ്നാപകൻ്റെ കൈക്കീഴിൽ യോർദാൻ നദിയിൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് മരുഭൂമിയിലേക്ക് പോയി. 40 ദിവസം പിതാവായ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് മടങ്ങി വന്ന് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗമാണ് ഇന്ന് ഈ രാവിലെ നിങ്ങൾക്ക് വായിച്ചു കേൾക്കാൻ ഇടയായത്. മരുഭൂമിയിൽ നിന്ന് മടങ്ങി വന്ന് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ആദ്യം താൻ കടന്നു പോകുന്നത് ഗലീല കടൽപ്പുറത്തേക്കാണ്. എന്തിനാ ഗലീല കടൽപ്പുറത്തേക്ക് യേശു കർത്താവ് പോയത്? തൻ്റെ ആത്യന്തികമായ ഉദ്ദേശം ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു. ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കാൻ കർത്താവ് തിരഞ്ഞെടുത്ത സ്ഥലം കടപ്പുറമായിരുന്നു. കടലിനോട് മല്ലടിച്ച് അത്യധ്വാനം ചെയ്ത് ഉപജീവന മാർഗം നടത്തുന്ന വിദ്യാവിഹീനരായ, ലോകപ്രകാരം മറ്റ് കഴിവുകളൊന്നുമില്ല, അവർക്ക് മീൻ പിടിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ മീൻ പിടിച്ച് നടക്കുന്നവർ, മല നെയ്യാൻ അറിയാം, മീൻ പിടിക്കാൻ അറിയാം, മീൻ കച്ചവടം നടത്താൻ അറിയാം, മറ്റ് അറിവുകളൊന്നുമില്ലാത്തവരുടെ അടുത്തേക്ക് യേശു ചെന്ന് അവരെ വിളിച്ച് തൻ്റെ മഹത്വകരമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുകയാണ്. യേശു ഗലീല കടപ്പുറത്തൂടെ നടക്കുമ്പോൾ യേശു കണ്ടൊരു കാഴ്ചയുണ്ട്. ശീമോനും അവൻ്റെ സഹോദരനായ അന്ത്രയോസും കടലിൽ വല വീശുന്നത് കണ്ടു. നോക്കുക, ശീമോൻ അവൻ്റെ സഹോദരനായ അന്ത്രയോസ് വല വീശിക്കൊണ്ടിരിക്കുകയാണ്. അവർ മീൻപിടുത്ത പ്രക്രിയയിൽ, അവർ ആ കർമ്മത്തിൽ, അവരുടെ ജോലിയിൽ അവർ നിരതരായിരിക്കുന്ന സമയത്ത് യേശു അവരുടെ അടുക്കൽ ചെന്ന് അവരോട് പറയുകയാണ്. യേശു അവരോട്, എന്നെ അനുഗമിപ്പീൻ. നോക്കുക, എന്നെ അനുഗമിപ്പീൻ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന കാര്യമാണ്. കർത്താവ് പറയുകയാണ്, എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഫോളോ മീ, ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മെൻ. ഈ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ അവർ ചെയ്തൊരു കാര്യമാണ് എന്നെ വളരെ ചിന്തിപ്പിച്ചത്. ഉടനെ അവർ വല വിട്ട് അവനെ അനുഗമിച്ചു. യേശുവിനെ കുറിച്ച് അവർ മുന്നമേ കേട്ടിട്ടുണ്ട്. ഇവരെല്ലാവരും തന്നെ യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യന്മാരാണ്. യോഹന്നാൻ സ്നാപകൻ യേശുവിനെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞത് ഇവർ കേട്ടിട്ടുണ്ട്. യേശു ആരാണെന്ന് അവർക്കറിയാം. എന്നാൽ ഈ യേശു
മനുഷ്യരെ പിടിക്കുന്നവരാക്കുവാൻ ഇവരെ വിളിച്ചു വേർതിരിക്കുന്നൊരു ചിന്ത ഇവരുടെ ഉള്ളിലില്ല. അവരുടെ ഉപജീവന മാർഗത്തിൽ കർമ്മനിരതരായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരോട് പറഞ്ഞു, ഫോളോ മീ, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞ ആ വിളിയുടെ മുമ്പിൽ അവിടെ എഴുതിയിരിക്കുന്ന ഉടനെ അവർ വലവിട്ടു. നോക്കുക, നമ്മളോടൊക്കെയാണ് നമ്മുടെ ദൈവം ആരെ ദൈവം നേരിട്ടു എന്ന് പറയുകയാണ്, മോനെ മോളെ നീ ഇറങ്ങ്, എൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങ്, നിൻ്റെ പ്രൊഫഷൻ വിട്ടിറങ്ങ്, നിൻ്റെ ചുറ്റുപാടുകൾ വിട്ടിറങ്ങ്, നിൻ്റെ ജോലി വിട്ടിറങ്ങ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ദൈവത്തോട് പറയും, കർത്താവേ എനിക്ക് ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ പെട്ടെന്നൊന്നും ഇറങ്ങാൻ പറ്റുന്ന സാഹചര്യമല്ല. അല്ലേ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവേ ഒന്ന് 21 ദിവസം ഉപവസിച്ച് നോക്കട്ടെ, ഉപവസിച്ചിട്ട് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ ദൈവം നേരിട്ട് സംസാരിച്ചാൽ പോലും നമ്മൾ വീണ്ടും ദൈവാലോചനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ചിലരുണ്ട് ദൈവനാമത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ, ദൈവനാമത്തിന് വേണ്ടി ഇറങ്ങാൻ പറയുമ്പോൾ പറയുന്ന കാര്യം ഒന്ന് പ്രാർത്ഥിച്ചു നോക്കട്ടെ എന്ന് പലപ്പോഴും പറയുന്നത് എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറാൻ വേണ്ടിയാണ്. എന്നാൽ ഇവിടെ പത്രോസിനും അന്ത്രയോസിനും ഒക്കെ കുടുംബം ഉണ്ടായിരുന്നു. പത്രോസിന് പ്രത്യേകിച്ച്, പത്രോസ് വിവാഹിതനായിരുന്നു, പത്രോസിന് ഭാര്യ ഉണ്ടായതുകൊണ്ടാണല്ലോ പത്രോസിന് അമ്മായിയമ്മ ഉണ്ടായിരുന്നത്. പത്രോസിൻ്റെ അമ്മായിയമ്മയെ യേശു കർത്താവ് ചെന്ന് പനി ബാധിച്ചു കിടന്ന ആ സഹോദരിയെ കർത്താവ് സൗഖ്യമാക്കിയ ചരിത്രം നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പത്രോസിന് അമ്മായിയമ്മയുണ്ടായിരുന്നു, പത്രോസിന് അപ്പനും അമ്മയും പത്രോസിന് ഭാര്യയുമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നപ്പോഴും ആരോടും ആലോചന ചോദിക്കാൻ പത്രോസ് തയ്യാറായില്ല. ദൈവശബ്ദത്തിൻ്റെ മുമ്പിൽ സമ്പൂർണമായിട്ട് സമർപ്പിച്ചു കൊടുത്തു. സമ്പൂർണമായൊരു സമർപ്പണമാണ്. ഉടനെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവ വിഷയം സംബന്ധിച്ച് നിങ്ങളൊരു തീരുമാനമെടുക്കുന്നൊരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന വിഷയമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന കാര്യമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവോന്മുഖമായ പല ഡിസിഷൻസ്, ഉടമ്പടികൾ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്ന ചില കാര്യങ്ങൾ, നിങ്ങളായിരിക്കുന്ന സഭയോടുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ കർത്തൃദാസനോടുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ കൂട്ടു സഹോദരനോടുള്ള ബന്ധത്തിലൊക്കെ നിങ്ങൾ എടുക്കാൻ പോകുന്ന ചില തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുമ്പോൾ അത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. അതിനുവേണ്ടി ദൈവത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ ദൈവം നിങ്ങളോട് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ വലിയ പ്രാർത്ഥനയുടെ ആവശ്യമൊന്നുമല്ല, നിങ്ങൾ അത് ഉടനടി ചെയ്യണം. നോക്കുക, പത്രോസ് ഇവിടെ പത്രോസിനെ കുറിച്ച് പറയുകയാണ്, അവർ ഉടനെ വലവിട്ടു. ഉടനെ. ഇപ്പം ദൈവ സംബന്ധമായ വിഷയങ്ങൾ, ദൈവോന്മുഖമായ വിഷയങ്ങൾ, ദൈവനാമത്തിനു വേണ്ടി ചെയ്യുന്ന വിഷയങ്ങൾ, അതിനുവേണ്ടി ദൈവം നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വിധേയപ്പെടാതെ, ലോകത്തിലൊരു മനുഷ്യൻ്റെയും കൺസെൻറ്റ് ചോദിക്കാതെ ദൈവസംബന്ധമായ തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ സ്വന്തം തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. വിവാഹ വിഷയമായിട്ട് നിങ്ങളുടെ ഒരു വിവാഹം വരികയാണ്, കല്യാണം വരികയാണ്, ഒരു ചെറുക്കനെ കണ്ടു, ഇഷ്ടപ്പെട്ടോ, ദൈവസന്നിധി പ്രാർത്ഥിക്കണം. ഉപവസിച്ച് പ്രാർത്ഥിച്ച് നല്ലൊരു കുടുംബജീവിതത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷനോടുള്ള ബന്ധത്തിൽ ഒരു പുതിയ തലത്തിലേക്ക് നിങ്ങൾ തിരിയുകയാണ്. ഏത് സ്ട്രീമാണ് നിങ്ങൾ എടുക്കേണ്ടത്, എങ്ങോട്ടാണ് നിങ്ങൾ മൂവ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ദൈവസന്നിധിയിൽ മുട്ടുമെന്ന് പ്രാർത്ഥിക്കണം. ദൈവമേ, എന്ത് തീരുമാനമാണ് ഞാൻ എടുക്കേണ്ടത്? എന്നാൽ ദൈവം നിങ്ങളോടൊരു കാര്യം പറയുമ്പോൾ അവിടെ ഇനിയൊരു തീരുമാനത്തിനു വേണ്ടി, ദൈവശബ്ദത്തിനു വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അവിടെ നിങ്ങൾ സമർപ്പിച്ചു കൊടുക്കണം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്ന ഒരു വേദഭാഗം
എന്നെ വളരെ സ്പർശിച്ച ഒരു വേദഭാഗമാണ് അത്. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 15-16 വാക്യങ്ങളാണ്. ബുക്ക് ഓഫ് ഗലേഷ്യൻസ് ചാപ്റ്റർ 15 വേഴ്സ് 15 and 16. അത് നമുക്ക് വായിച്ചു കേൾക്കാം. എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്നെ. നോക്കുക, എങ്കിലും എൻ്റെ ജനനം മുതൽ. ആരാ ഇത് പറയുന്നതെന്ന് അറിയാമോ? അപ്പോസ്തലനായ പൗലോസാണ്. ഒരു കാലത്ത് ഈ പൗലോസിൻ്റെ പേര് ശൗലെന്നായിരുന്നു. മഹാപുരോഹിതൻ്റെ അധികാരപത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് യെരുശലേമിൽ നോക്കുക, അവിടെ ദൈവസഭയെ ആക്രമിച്ചു, ദൈവസഭയെ ഉപദ്രവിച്ചു, ദൈവമക്കളെ ഉപദ്രവിച്ചു. അങ്ങനെ ഉപദ്രവിച്ച് കൊന്ന്, നമുക്കറിയാം സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന സമയത്ത് ഈ ശൗല് അവിടെ അതിന് പിന്തുണ നൽകി അവിടെ നിൽക്കുന്ന വ്യക്തിയായിരുന്നു. എന്ന് പറഞ്ഞാൽ അതിന് നേതൃത്വം കൊടുത്തയാളായിരുന്നു. എന്നാൽ അവിടുന്ന് വീണ്ടും യെരുശലേമിലെ ഉപദ്രവം കഴിഞ്ഞിട്ട് ദമസ്കോസിലേക്ക് താൻ വരികയാണ്. ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് സർവശക്തനായ ദൈവം സൂര്യനെ വെല്ലുന്ന പ്രഭയായി തനിക്ക് പ്രത്യക്ഷപ്പെട്ടു. അവിടെ വെച്ച് താൻ താഴെ വീണു, അവിടെ ദൈവത്തിനു വേണ്ടി സമർപ്പിച്ചു. അവിടെ ദൈവശബ്ദം കേട്ടു. ദൈവശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ അവിടെ കർത്താവ് തന്നെ ആ ഡമസ്കോസിൽ അനന്യാസ് എന്ന് പറയുന്ന തൻ്റെ ദാസനോട് ശൗലിനു വേണ്ടി പോയി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അവൻ ദൈവജനത്തെ കൊന്നുമുടിക്കുന്നവനെന്ന് പറയുമ്പോഴും അവിടെ കർത്താവ് പറഞ്ഞു, എൻ്റെ നാമത്തെ വഹിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നൊരു പാത്രമാണ് അവൻ, നീ അവന് വേണ്ടി ചെന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അവിടേക്ക് പ്രാർത്ഥിക്കാനായിട്ട് അനന്യാസിനെ പറഞ്ഞു വിടുകയാണ്. ആ പൗലോസ് എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവം എന്നെ, ഒന്നുകൂടെ വായിച്ചാട്ട വേദഭാഗം. എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെ കുറിച്ചുള്ള ശ്രദ്ധിക്കണേ. ആരായി പുത്രൻ? സർവശക്തനായ ദൈവം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം. ഏത് സുവിശേഷത്തിലാണോ താൻ എതിരെ നിന്നത്, ആ സുവിശേഷം ലോകം മുഴുവൻ പ്രസംഗിക്കാൻ ദൈവം തന്നെ വിളിച്ചപ്പോൾ, വായിച്ചാട്ടെ, ദൈവം തന്നെ വിളിച്ചപ്പോൾ ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവൻ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ. ഞാൻ എൻ്റെ അപ്പനോട് പോയി ചോദിച്ചില്ല. അധികാരപത്രം എൻ്റെ കൈ തന്നുവിട്ട മഹാപുരോഹിതന്മാരുടെ പെർമിഷന് വേണ്ടി ഞാൻ പോയില്ല. ശ്രദ്ധിക്കണേ, നമ്മൾ പറയും അപ്പനോട് ചോദിക്കട്ടെ, വല്യപ്പനോട് ചോദിക്കട്ടെ, അമ്മച്ചിയോട് ചോദിക്കട്ടെ, ഭാര്യയോട് ചോദിക്കട്ടെ, ഭർത്താവിനോട് ചോദിക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ദൈവത്തെ സേവിക്കാൻ നീ ഇറങ്ങാൻ ദൈവം നിന്നോട് സംസാരിക്കുമ്പോൾ നീ ആരുടെയും പെർമിഷന് വേണ്ടി പോകണ്ട. നീ ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കണം. നീ ദൈവസന്നിധി സമർപ്പിച്ചു കൊടുക്കണം. പൗലോസ് പറയുകയാണ്, എനിക്ക് വെളിപ്പാട് കിട്ടിയപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ. അടുത്തത്, എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ. ശ്രദ്ധിക്കണേ, യെരുശലേമിൽ അപ്പോസ്തലന്മാരുണ്ട്. ഞാൻ അവരുടെ അടുത്ത് എന്ന് ഞാൻ ഈ ദൈവത്തെ സേവിച്ചോട്ടെ എന്ന് പാസ്റ്റേഴ്സിൻ്റെ, ബിഷപ്പുമാരുടെ പെർമിഷനൊന്നും വാങ്ങിക്കാൻ ഞാൻ പോയില്ല. എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ മുമ്പിൽ ഞാൻ പൂർണ്ണമായി സമർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് ഈ രാവിലെ ദൂത് പറയുകയാണ്. എന്താണ് ദൂത്? ദൈവോന്മുഖമായ വിഷയങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ, കർത്താവിന് വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്ന വിഷയമായിരിക്കും. ഭാര്യയോട് പോലും ചോദിക്കണ്ട, ഭർത്താവിനോട് ചോദിക്കണ്ട, അല്ലെങ്കിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ ഒരു വ്യക്തിയോട് സുവിശേഷം പറയാൻ ദൈവം ഒരു ഇമ്മീഡിയറ്റ് ഒരു കാര്യം പറയുകയാണ്. അല്ല, ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കാൻ, പ്രൊഫഷൻ വിടേണ്ടി വന്നാൽ, അല്ല
കർത്താവിന് വേണ്ടി ഒരായുസ് മുഴുവൻ സുവിശേഷ രണാങ്കണത്തിൽ പോരാടാൻ ഏൽപ്പിച്ചു കൊടുക്കാനാണെങ്കിൽ ഞാൻ ദൂത് പറയുക, സമർപ്പിച്ചു കൊടുത്തോണം. അവിടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അത്ഭുത വാതിലുകൾ തുറക്കാൻ നമ്മുടെ ദൈവം സർവശക്തനാണ്. അങ്ങനെ എത്ര പേര് സമർപ്പിച്ചു കൊടുക്കുമെന്ന്? ഈ ദൈവശബ്ദത്തിന് മുമ്പിൽ ഉടനെ ഇന്ന് ഇപ്പോൾ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഇമ്മീഡിയറ്റ് ഡിസിഷൻ ആരെടുക്കും? എന്നെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയാൻ എത്ര പേർക്ക് പറ്റും? പലപ്പോഴും പ്രവാചകന്മാർ നിങ്ങളുടെ തലയിൽ കൈവച്ച് ദൂത് പറഞ്ഞിട്ടില്ലേ? പലപ്പോഴും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങളോട് സംസാരിച്ചിട്ടില്ലേ? എന്നാൽ ഇന്ന് വീണ്ടും ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു, ഈ ദൈവത്തിനു വേണ്ടി നിങ്ങളെ സമർപ്പിച്ചു കൊടുക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കണ്ണുകളെ അടയ്ക്കാമോ? രണ്ട് കൈ ഒന്ന് ഉയർത്തിപ്പിടിക്ക് പ്രാർത്ഥിക്കാമോ? ദൈവകരം നിങ്ങളുടെ മേൽ വരുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട്. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് പ്രിയമുള്ളവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് അവിടുന്ന് ഈ രാവിലെ ഈ പ്രഭാതത്തിൽ അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവേ, അവിടുന്ന് അനുഗ്രഹിക്കണമേ. എടുത്ത തീരുമാനത്തിൻ്റെ മേൽ ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ എടുത്ത ആ തീരുമാനങ്ങളെ കർത്താവ് മുദ്ര വെച്ച് അനുഗ്രഹിക്കണമേ. ജീവിതം ദൈവത്തിന് മഹത്വമായി തീരട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗാഡ് ബ്ലസ് യു. സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടനോട് എതിർത്തു നിന്നു വിജയം നേടുവാൻ. സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടനോട് എതിർത്തു നിന്നു വിജയം നേടുവാൻ. ധ്വനി നാം പോകാറാൻ ഈ പാർത്തനം വിട്ട് തേജസ്സേറും കുരേ. ധ്വനി നാം പോകാറാൻ ഈ പാർത്തനം വിട്ട് തേജസ്സേറും കുരേ. കഷ്ടം സഹിച്ചോ നിത്യയുഗങ്ങൾ വാഴും സ്വർഗ സിയോനിൽ. കഷ്ടം സഹിച്ചോ നിത്യയുഗങ്ങൾ വാഴും സ്വർഗ സിയോനിൽ. ധ്വനി നാം പോകാറാൻ ഈ പാർത്തനം വിട്ട് തേജസ്സേറും കുരേ. ധ്വനി നാം പോകാറാൻ ഈ പാർത്തനം വിട്ട് തേജസ്സേറും കുരേ. പ്രത്യാശയിൽ വർദ്ധിച്ചിടുന്നേ, അങ്ങു ചെന്നു കാണുവാനും പ്രിയ പൊന്മുഖം. പ്രത്യാശയിൽ വർദ്ധിച്ചിടുന്നേ, അങ്ങു ചെന്നു കാണുവാനും പ്രിയ പൊന്മുഖം. ധ്വനി നാം പോകാറാൻ ഈ പാർത്തനം വിട്ട് തേജസ്സേറും കുരേ. ധ്വനി നാം പോകാറാൻ ഈ പാർത്തനം വിട്ട് തേജസ്സേറും കുരേ. ഓ ആനന്ദമേ, നിത്യാനന്ദമേ, കാന്തനോട് വാഴും കാലം എത്രയാനന്ദം. ആനന്ദമേ, നിത്യാനന്ദമേ, കാന്തനോട്